ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് മേ ബി ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഈ ഒരു ചാപ്റ്ററിൻ്റെ. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കും. എനിവേ ഇന്ന് നമ്മൾ നോക്കുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മൾ ഫ്രഷ് ഷെയർസ് മാത്രം ഇഷ്യൂ ചെയ്തിട്ടുള്ള 1-2-3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പ്രോഫിറ്റ് എന്ന് എടുത്തിട്ടുള്ള 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഷെയർസ് ഇവിടെ ഇഷ്യൂവും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന എമൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മോസ്റ്റ് പ്രാക്ടിക്കൽ ആയുള്ള ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ തിയറി ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം കേട്ടോ. പിന്നെ നമുക്കതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാത്രം ചെയ്യാം. നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കും. മോസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡാണ് എന്തും റിഡംഷൻ്റെ മോസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു സെർട്ടൈൻ ആയുള്ളൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, ഒരു ഡെഫിനറ്റ് ഉള്ളൊരു സ്റ്റെപ്പ്. അതായത് ആദ്യം നമുക്ക് ഇത് ചെയ്യണം, അത് നമുക്കത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഡിറ്റർമൈൻ ദ റിഡംഷൻ എമൗണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. എത്ര രൂപയാണ് റിഡീം ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതായത് ഞാനിപ്പോൾ റിഡംഷന് വേണ്ടിയിട്ട് 1,00,000 രൂപയാണ് എനിക്ക് അവർക്ക് കൊടുക്കേണ്ടത്. ഈ 1,00,000 രൂപയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ ഡിസൈഡ് ദി പോർഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ, അതായത് എൻ്റെ കയ്യിൽ എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ളത് അതും ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് വേണം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാനും, ആ എമൗണ്ട് വേണം CRR അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനും. പിന്നെ അസർട്ടൈൻ ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു CRR അക്കൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1,00,000 രൂപയാണ് എനിക്ക് റിഡീം ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഓക്കെ, 1,00,000 രൂപ എനിക്ക് വേണം. അപ്പോൾ 50,000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, 50,000 രൂപ. ഓക്കെ, അപ്പോൾ ബാക്കി എനിക്ക് വേണ്ടത് എത്ര രൂപയാണ്, 50,000 രൂപയാണ്. അപ്പോൾ ഈ 50,000 രൂപയാണ് ഞാൻ പ്രോഫിറ്റ് നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ 50,000 രൂപ മാത്രമായിരിക്കണം ഞാൻ CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതല്ലാണ്ട് റിഡീം ചെയ്യുന്നത് 1,00,000 രൂപയാണെന്ന് വിചാരിച്ച് 1,00,000 രൂപ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ പ്രോഫിറ്റിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ റിസർവ് നിന്നും അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നിന്നൊക്കെ എടുക്കുന്നത്, ആ എമൗണ്ട് മാത്രമായിരിക്കണം നമ്മൾ CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും മാറി ചെയ്യാറൊക്കെ ഉണ്ട്, അതാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ എടുക്കുന്നത് ആ രൂപ മാത്രമായിരിക്കണം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 1,00,000 രൂപയാണ് റിഡീം ചെയ്യുന്നത് വിചാരിച്ച് 1,00,000 രൂപ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ലിമിറ്റഡ് ഹാസ് പാർട്ട് ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ 1,000 redeemable preference shares of ₹100 each. The shares have now become due for redemption. It has been discovered that the company's reserve fund amount to 75,000, 50,000 out of which has been decided to be utilized in connection with the redemption. The balance being made up of fresh issue of sufficient number of equity shares of ₹20 each fully paid up. You are requested to give journal entries. ഓക്കെ, അതായത് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 1000 പ്രിഫറൻസ് ഷെയർസ് ആണ് റിഡീം ചെയ്യാനുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്, 100 രൂപയാണ്. ഓക്കെ, അതാണ് ഇവർ റിഡീം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എവിടെയുള്ളത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഫണ്ടിൽ എൻ്റെ കയ്യിൽ 75,000 രൂപയുണ്ട്. പക്ഷേ 75,000 രൂപയും ഞാൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല, റിഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. 50,000 രൂപ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഔട്ട് ഓഫ് വിച്ച് ഹാസ് ബീൻ ഡിസൈഡ് ടു യൂട്ടിലൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ റിഡംഷൻ. ദ ബാലൻസ്, അപ്പോൾ 50,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാലൻസ് വരുന്നത് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 20 രൂപയാണ് ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഫുള്ളി പെയ്ഡപ്പാണ് ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിഡംഷൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. റിഡംഷൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ
ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ നോക്കാം. ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് എന്ന് പറയുമ്പോൾ 1000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ 100 രൂപ വിലയുള്ള 1000 ഷെയർസ്. അപ്പോൾ 1000 × 100. ഓക്കെ, 1000 × 100 ആകുമ്പോൾ എത്ര വരും? 1,00,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലുള്ളത്, അതായത് റിസർവ് ഫണ്ടിലുള്ളത് എത്ര രൂപയാണ്? 50,000 രൂപ റിസർവ് ഫണ്ടിലുണ്ട്. ഈ റിസർവ് ഫണ്ടിൽ നിന്ന് 50,000 രൂപ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 1,00,000 രൂപയാകുമ്പോൾ ബാക്കി നമുക്ക് വേണ്ടത് എത്രയാണ്? 50,000 ആണ്. 1,00,000 രൂപയല്ലേ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ റിസർവ് ഫണ്ടിൽ നിന്ന് 50,000 രൂപ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20 രൂപയാണ്. അപ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 20 ആകുമ്പോൾ എത്ര കിട്ടും? 2,500. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ 2,500. മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്നുള്ളത്? അതായത് ഇവിടെ 1000 ഷെയർസാണ് റിഡീം ചെയ്യാനുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 × 100 1,00,000 രൂപ. ഓക്കെ, പിന്നെ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് റിസർവ് ഫണ്ടിൽ 75,000 രൂപയുണ്ട്. അതിൽ 50,000 രൂപ നമ്മളോട് എന്തിനെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? റിഡംഷന് വേണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 50,000 രൂപ. അപ്പോൾ 1,00,000ൽ 50,000 രൂപ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? കിട്ടി. ഇനി വേണ്ടത് 50,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് 50,000 വേണം. അപ്പോൾ 50,000 രൂപയാണെങ്കിൽ ബാക്കി ഇവർ എന്താ ചെയ്യുന്നത്? നമ്മളോട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. അപ്പോൾ 50,000 രൂപയാണ് ഇനി വേണ്ടത്. ഒരു ഷെയറിൻ്റെ പ്രൈസാണ് 20. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 20 2,500. അപ്പോൾ 2,500 ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരും എഴുതണം കേട്ടോ. എക്സാമിന് ഈ ഒരു ജേർണൽ എൻട്രീസ് എഴുതുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം വർക്കിംഗ് നോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ജേർണൽ എൻട്രീസ് നോക്കാം. ഓക്കെ, അതായത് ജേർണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം നമ്മൾ CRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ വർക്കിംഗ് നോട്ട് നമുക്ക് ചെയ്തപ്പോൾ മനസ്സിലായി എന്ത്? ഇത്ര രൂപയാണ് അവിടെയുള്ളത്, ഇത്ര രൂപ ഇനി വേണം, ഇത്ര ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ജേർണൽ എൻട്രീസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് എന്ന് എടുക്കുന്നത്, ആ എമൗണ്ട് ആയിരിക്കണം CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ എടുക്കുന്ന എത്രയാണ് പറഞ്ഞത്? 50,000 ആണ് ഇവരിവിടെ എടുക്കുന്നു പറഞ്ഞത്. അപ്പോൾ 50,000 രൂപ മാത്രമായിരിക്കണം CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ റിസർവ് എന്നാണ് എടുക്കുന്നത്. സോ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 50,000 ആണ് എടുക്കുന്നത്. രണ്ട് സൈഡിലും ഡെബിറ്റും ക്രെഡിറ്റും 50,000 കൊടുക്കുക. ഈക്വൽ എമൗണ്ട് ഓഫ് ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി 50,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് വേണം? 50,000 രൂപ വേണം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രി ആദ്യം എഴുതുക. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ₹50,000 2,500 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ ഈച്ച് ₹20. അതായത് 2,500 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്തത്. അതും പാറിൽ. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ 50,000. ഓക്കെ, അതിനുശേഷം പിന്നെ നോർമലായിട്ടുള്ള റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് ഡ്യൂ ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,00,000 രൂപ. ഓക്കെ, ഈ 1,00,000 രൂപ വന്നത് ഈ 50,000 കേട്ടോ. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 1,00,000 രൂപയാണ് വേണ്ടതെന്ന്. ഓക്കെ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ക്യാപിറ്റൽ റിസർവ് 50,000 എടുക്കുകയും ചെയ്തു, പിന്നെ ബാക്കി എമൗണ്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,00,000 കിട്ടി. ഈ 1,00,000 രൂപ നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ്. ആദ്യം ഡ്യൂ ആവണേ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ കൊടുത്തു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇതാ ഇവിടെ ഞാൻ ചെറിയ വർക്കിംഗ് നോട്ട് കൊടുക്കുന്നുണ്ട്. റിസർവ് ഫണ്ടിൽ നിന്ന് എടുത്തത് മാത്രമാണ് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. തേർഡ് മുതൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ എൻട്രി. ഇത് മുതൽ ടോട്ടൽ എമൗണ്ട് എഴുതുക. ഇത് മുഴുവൻ എന്താണ്? ഇത് നമ്മൾ റിസർവ് നിന്ന് എടുക്കുന്നത്, ഇത് നമ്മൾ ഇഷ്യൂ ചെയ്തത്. പിന്നെ ഇത് മുഴുവൻ നമ്മൾ അവർക്ക് ആദ്യം ഡ്യൂ ആവുന്നു, പിന്നെ ഇത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം.
AB Limited had issued 1 lakh preference shares of rupees 10 each at par, redeemable after 31st March 2020 at par. The company has to general reserve 6 lakh and profit and loss account balance of 1 lakh on 1st April 2020. The company issued 30,000 equity shares of 10 each at par. അതായത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 1,00,000 പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 1,00,000 ഇക്വിറ്റി ഷെയർസ്, അല്ലാണ്ട് പ്രൈസ് അല്ല കേട്ടോ ഈ 1,00,000 എന്ന് പറയുന്നത്. ഒന്നിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. ഒന്നിൻ്റെ വില 10 രൂപയാണ്. 1,00,000 പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റിഡീം ചെയ്യേണ്ടത്. ഈച്ച് അറ്റ് പാർ, റിഡീമബിൾ പാറിലാണ് ചെയ്യുന്നത്. ഓക്കെ, പാറിലാണ് നമ്മൾ ചെയ്യുന്നത്. 1,00,000 പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. റിഡീം ചെയ്യുന്നതും പാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1,00,000 × 10 = 10 lakh ആയിരിക്കും നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് വേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് = 1 lakh × 10 = 10 lakh നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് വേണം, നമുക്ക് മനസ്സിലായി. ഇത് കമ്പനി ഹാസ് എ ജനറൽ റിസർവിൽ 6,00,000 രൂപയുണ്ട്. ജനറൽ റിസർവിൽ എത്രയുണ്ട്, 6,00,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയുണ്ട്, 1,00,000 രൂപയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 7,00,000 രൂപയുണ്ട്. ഓക്കെ, ടോട്ടൽ 7,00,000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ബാലൻസ് ഓഫ് റുപ്പീസ് ഓൺ 1st April 2020 ദ കമ്പനി ഇഷ്യൂഡ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each at par. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞത്, 10,00,000 രൂപയാണ് വേണ്ടത്. ഇവിടെ 6,00,000 ഉണ്ട്, ഇവിടെ 1,00,000 ഉണ്ട്. 7,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 10,00,000 അല്ലേ, അപ്പോൾ ബാക്കി ഇനി 3,00,000 വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരിവിടെ 30,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 30,000 × 10 എന്ന് പറയുമ്പോൾ 3,00,000. അപ്പോൾ എമൗണ്ട് എന്തായി, ടാലി ആയി. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം, അതിന് ശേഷം നമുക്ക് ജേർണൽ എൻട്രി നോക്കാം. എനിവേ, ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ്, അതായത് റിഡീം ചെയ്യാൻ വേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 1 lakh പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 1 lakh × 10 = 10 lakh. 10,00,000 രൂപ നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടി വേണം. ഓക്കെ, അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ എത്രയുണ്ട്, 1,00,000 രൂപയുണ്ട്. 1,00,000 ഉണ്ട്. ജനറൽ റിസർവിൽ ഇവിടെ 6,00,000 പറഞ്ഞിട്ടുണ്ട്. ജനറൽ റിസർവിലൂടെ 6,00,000 പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇവിടെ എത്രയായി, 7,00,000 ആയി. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ടിനാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. 30,000 ഇക്വിറ്റി ഷെയർസ്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 30,000 × 10 എത്രയാവും, = 3 lakh നമുക്ക് കിട്ടും. അപ്പോൾ എന്തായി, 7 × 3 = 10,00,000 ആയി. ഓക്കെ, ഇത് 10 അല്ലേ, കിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജേർണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 7,00,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഈ 3,00,000 എടുക്കരുത്. ഈ 3,00,000 എന്ന് പറയുന്നത് എന്താ, ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. ഈ ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യരുത്. നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് എന്ന് എടുക്കുന്ന ആ എമൗണ്ട് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിവേ ജേർണൽ എൻട്രി നോക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവിൽ ഇവിടെ എത്രയുണ്ട്, 6,00,000 ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 lakh ഉണ്ട്. ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 7 lakh. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ CRR അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ട്രാൻസ്ഫേർഡ് ടു CRR അക്കൗണ്ട്. ഓക്കെ, കിട്ടിയില്ലേ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് 7,00,000 രൂപ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇനിയും വേണം എത്ര ലക്ഷം രൂപ, 3,00,000 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. ഇഷ്യൂ ചെയ്യുന്നത് 30,000 ഇക്വിറ്റി ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ബാങ്കിലോട്ട് ക്യാഷ് വന്നു. അപ്പോൾ 30,000 × 10 3,00,000. ഓക്കെ, 30,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ ₹10 ഈച്ച്, 3,00,000. അപ്പോൾ എന്തായി, 10,00,000 രൂപയായി. 7 × 3 = 10. 7 × 3 = 10. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഡ്യൂ ആകാം, പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം.
റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 10 lakh പേയ്മെൻറ്റ് ഡ്യൂ ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയുള്ള ജേർണൽ എൻട്രി. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണ്, ജസ്റ്റ് എമൗണ്ടിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. ഇനിവേ രണ്ടും കൂടെ വന്നാൽ ആദ്യം ട്രാൻസ്ഫർ ചെയ്യാം, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതായത് ഇഷ്യൂ ചെയ്യാനും പിന്നെ പ്രോഫിറ്റ് നിന്ന് എടുക്കാനും കൂടെ വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. അതായത് CRR അക്കൗണ്ടിലോട്ട് ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതൊന്നൊക്കെ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, എടുക്കുക, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് വേണം ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ എമൗണ്ട് വന്നതെന്നോ മനസ്സിലാവാത്ത എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.